അസ്സലാമു ഇന്ന് ജൂലൈ 21 എതിർപ്പിന്റെ തോഴൻ എന്നറിയപ്പെടുന്ന പി കേശവദേവിന്റെ ജന്മദിനം. നീതിയും നിയമവും ഏതൊരു മനുഷ്യനും സമാനമായിരിക്കണം എന്ന സാമൂഹ്യ ബോധമാണ് ഓടയിൽ നിന്ന് എന്ന നോവലിനെ ശ്രദ്ധേയമാക്കുന്നത്. ജന്മിയുടെ മകൻ തെറ്റ് ചെയ്താൽ ശിക്ഷയില്ല, എന്നാൽ താഴ്ന്ന ജാതിക്കാരന് കഠിന ശിക്ഷയും. ഇത്തരം അസമത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് പി കേശവദേവ്. എഴുത്തുകാർക്കിടയിലെ നിഷേധി, നിഷേധികൾക്കിടയിലെ എഴുത്തുകാരൻ, ജീവിതം സമരമാക്കിയ സാമൂഹ്യ പ്രവർത്തകൻ, ദരിദ്രരും അവശരുമായ മനുഷ്യരുടെ ഉന്നമനത്തിനായി തൂലിക ചലിപ്പിച്ച വർഗബോധമുള്ള വിപ്ലവകാരി എന്നിങ്ങനെ വിശേഷണങ്ങളേറെയാണ് പി കേശവദേവിന്. 1905 ജൂലൈ 21 എറണാകുളത്ത് ജനിച്ചു. പൊതുജീവിതത്തിനിടയിൽ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകി. സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ വക്താവായി, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതാവായി, അനീതിയും യാഥാസ്ഥിതികതയും എതിർത്ത് സാഹിത്യരചനയിൽ മുഴുകി. ദാരിദ്ര്യം നിറഞ്ഞ ബാല്യമായിരുന്നു. അക്കാലത്ത് തന്നെ ജാതീയതയെ എതിർത്തു. ആദ്യ പേര് കേശവപിള്ള എന്നായിരുന്നു. അതിലെ പിള്ള എന്ന ജാതി പേര് ഒഴിവാക്കി കേശവപിള്ള കേശവദേവായി. തിന്മയ്ക്കെതിരെ തിരിഞ്ഞപ്പോഴും നന്മയുടെ നിറനിലാവ് നോക്കി പുഞ്ചിരിക്കാൻ മറന്നില്ല. തൻ്റെ ജനനം കാഹർ ധ്വനിയോടെയാണെന്ന് അവകാശപ്പെട്ടു. ആദ്യ കൃതിയായ ഓടയിൽ നിന്ന് കൂടാതെ ഭ്രാന്താലയം, സ്വപ്നം, എതിർപ്പ്, അയൽക്കാർ, ഒരു സുന്ദരിയുടെ കഥ, റൗഡി, ഒരു ആദ്യത്തെ കഥ എന്നിവ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.